നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദ വാർ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തെക്കുറിച്ചാണ്. 1957 രൂപീകൃതമായ പൂഞ്ഞാർ നിയോജക മണ്ഡലം അങ്ങനെ പച്ചപ്പരവതാനി വിരിച്ച് കിടക്കുകയാണ് സഹിയന്റെ മടിത്തട്ടിൽ. അവിടെ നോക്കുകയാണെങ്കിൽ 1957 കോൺഗ്രസിന് നല്ല സ്വാധീനമുണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നു. എന്നാൽ പിന്നീട് കേരള കോൺഗ്രസിന്റെ രൂപീകരണത്തോടുകൂടി തന്നെ അത് മെല്ലെ മെല്ലെ മാറുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് 1980കളിലൂടെ അവിടെ ഒരു അതികായന്റെ ഉണർവാണ് കണ്ടത്. അതാണ് സാക്ഷാൽ PC ജോർജ്. പിന്നീട് അങ്ങോട്ട് 10-30 വർഷത്തോളം പൂഞ്ഞാറിൻ്റെ ജനനായകനായിരുന്നു PC ജോർജ്. അത് 2021 വരെ തുടർന്നു. പക്ഷേ 2021 അവിടെ കാലിടറി PC ജോർജിന്. പിന്നീട് ചരിത്രങ്ങൾ അങ്ങനെ മാറി മാറി മറയുകയാണ്. 2016 തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ ചരിത്രപ്രധാനമായ ഒന്നാണ്. അന്നാണ് ഒരു മുന്നണികളുടെയും സ്വാധീനമില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് സ്വതന്ത്രനായി PC ജോർജ് വലിയ ഭൂരിപക്ഷത്തോടെ അവിടെ വിജയിച്ച് കയറുന്നത്. അങ്ങനെ പൂഞ്ഞാർ എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു സുപ്രധാനമായ നിയമസഭാ മണ്ഡലമായി മാറുകയാണ്. അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പൂഞ്ഞാർ നടക്കുന്നത്. എങ്ങനെയാണ് പൂഞ്ഞാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? പൂഞ്ഞാറിന്റെ മനസ്സിൽ ആരാണ്? അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ജോർജി, എന്താണ് പൂഞ്ഞാറിന്റെ മനസ്സിലുള്ളത്? അവിടെ ആർക്കായിരിക്കാം വിജയസാധ്യത? തീർച്ചയായും പ്രവചനാതീതം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പൂഞ്ഞാറിന്റെ ആ ഒരു മത്സര ചിത്രം എന്ന് പറയുന്നത്. കാരണം ഒരു ശക്തമായിട്ടുള്ള ഒരു ത്രികോണ പോരാട്ടം തന്നെ പൂഞ്ഞാറിന്റെ മണ്ണിൽ അവിടെ നടക്കുന്നുണ്ട്. പൂഞ്ഞാറിനെ വ്യത്യസ്തമാക്കുന്ന നമുക്കറിയാം പൂഞ്ഞാറിന്റെ ആശാൻ എന്നൊക്കെ വിളിക്കപ്പെടുന്ന PC ജോർജ് തന്നെയാണ്. PC ജോർജിന്റെ വരവോടുകൂടി തന്നെ പൂഞ്ഞാറിന്റെ മത്സര ചിത്രം ആകമാനം മാറുന്ന ഒരു സാഹചര്യമാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. നമുക്കറിയാം ഈ PC ജോർജ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ 20,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പൂഞ്ഞാറിൽ നിന്നും ജയിച്ച് കയറും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു കോൺഫിഡൻസിന് അടിസ്ഥാനമുണ്ടോ എന്ന് നമുക്ക് കണക്കുകളിലൂടെ ചരിത്രത്തിലൂടെ ഒന്ന് നോക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാം നേരത്തെ റോജി പറഞ്ഞതുപോലെ 2016 കേരള രാഷ്ട്രീയത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു തെരഞ്ഞെടുപ്പ് ഫലം പൂഞ്ഞാറിൽ നിന്നും വരുന്നത്. അന്ന് രണ്ട് മുന്നണികളെയും അല്ലെങ്കിൽ നമുക്കറിയാം BJP ഉൾപ്പെടെയുള്ള മുന്നണികളെയും മലർത്തി അടിച്ചുകൊണ്ട് PC ജോർജ് എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി പൂഞ്ഞാറിന്റെ MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്നു. അന്ന് PC ജോർജിന് ലഭിച്ച വോട്ടുകൾ എന്ന് പറയുന്നത് ഏകദേശം 63,000-ഓളം വരുന്ന വോട്ടുകളാണ്. അതായത് 27,000-ഓളം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷമാണ് 2016 ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച PC ജോർജിന് പൂഞ്ഞാറിൽ നിന്നും ലഭിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അന്ന് BJPയുടെ ഭാഗമായി BDJS കാൻഡിഡേറ്റ് അവിടെ മത്സരിച്ചിരുന്നു. BDJSന് ലഭിച്ചത് 19,000-ഓളം വോട്ടുകൾ, അതായത് 20,000-അടുത്ത് വരുന്ന വോട്ടുകൾ അന്ന് 2016 BDJSന് ലഭിച്ചിരുന്നു. ഇനി 2021 വരിക. 2021 വരുമ്പോൾ ജനപക്ഷം സ്ഥാനാർത്ഥിയായിട്ടാണ് PC ജോർജ് മത്സരിക്കുന്നത്. 3 മുന്നണികൾക്കെതിരെ മത്സരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ PC ജോർജ് 2ാം സ്ഥാനത്തേക്ക് പോകുന്നു. അന്ന് PC ജോർജിന് ലഭിച്ചത് 41,851 വോട്ടുകൾ. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ഇപ്പോഴത്തെ സിറ്റിംഗ് MLA ആയിട്ടുള്ള കേരള കോൺഗ്രസ് കാൻഡിഡേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ലഭിച്ചത് 58,668 വോട്ടുകൾ. അപ്പോൾ ഈ 2021-2016 നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കൃത്യമായും പറയാൻ സാധിക്കും PC ജോർജിന്റെ ഒരു വ്യക്തിപ്രഭാവം കൊണ്ട്, വ്യക്തിപരമായിട്ടുള്ള സ്വാധീനം കൊണ്ട് അദ്ദേഹത്തിന് ഒരു 40,000-ഓളം വോട്ടുകളുടെ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പൂഞ്ഞാറിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് നമ്മൾ ചിന്തിച്ചു നോക്കി 2021 BDJS കാൻഡിഡേറ്റിന് അവിടെ ലഭിച്ചത് വെറും 3,000-ഓളം വോട്ടുകൾ. കൃത്യമായി പറയുകയാണെങ്കിൽ 2,965 വോട്ടുകൾ. ഇത് തന്നെയാണ് PCയുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അതായത് 2021 അദ്ദേഹത്തിന് 2ാം സ്ഥാനം ലഭിച്ചപ്പോൾ 41,851 വോട്ടുകൾ ലഭിക്കുന്നു. 2016 അവിടെ BJPക്ക് ലഭിച്ചത് 20,000-ഓളം വോട്ടുകൾ. ഈ 41 + 20 60+ പോകുന്നു. അപ്പോൾ നമ്മൾ പൂഞ്ഞാറിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം കഴിഞ്ഞ ഒരു 15 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 60+ വോട്ടുകൾ നേടുന്നവർ അവിടെ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് PCയുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ പൂഞ്ഞാറിന്റെ മണ്ഡലത്തിന്റെ വളരെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കൊടിയുടെയോ ചിഹ്നത്തിന്റെയോ അടയാളത്തിലല്ല വോട്ട് ചെയ്യുന്നത്. അവിടെ വ്യക്തിപ്രഭാവവും അവിടെയുള്ള നേതാക്കന്മാരുള്ള ജനങ്ങളുടെ അടുപ്പവുമാണ് അവിടെ വോട്ടായി മാറുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ പൂഞ്ഞാർ മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു ആന്റി ഇൻകംബൻസി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കാരണം, പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് 2021 ഒക്ടോബർ 6 വലിയൊരു പ്രളയമുണ്ടായി. വലിയ പ്രളയം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഞെട്ടിച്ച ഒരു പ്രളയമായിരുന്നു കുട്ടിക്കൽ ഭാഗത്തുണ്ടായത്. 13ഓളം ആളുകളാണ് മരിച്ചത്. നിരവധി ആളുകൾക്ക് ഭവനം ഇല്ലാതായി. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും അവിടെ തുടരുന്നു. പാലാ രൂപത ശക്തമായ രീതിയിലുള്ള ഇടപെടൽ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഭവനം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റ് പല ആളുകൾക്കും ഇപ്പോഴും വീടില്ലാത്ത ഒരു സമയം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ മുണ്ടക്കയത്തെത്തുകയാണ്. മുണ്ടക്കയത്തെത്തിയ ശേഷം ഒരിക്കലും അദ്ദേഹം ഈ കുട്ടിക്കൽ ഭാഗത്തേക്ക് പോകാൻ ആയില്ല എന്നുള്ളത് വാസ്തവമാണ്. അവിടെയുള്ള ജനങ്ങൾക്ക് അത് വളരെ വിഷമമുണ്ടാക്കിയ സങ്കടകരമായ ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള സർക്കാരിനോട് അവർക്ക് ഉള്ള ഒരു ദേഷ്യം എന്ന് പറയുന്നത് ഇപ്പോഴും ആ മണ്ഡലത്തിൽ സജീവമാണ്. ഈ പ്രചാരണ വേളയിൽ അത് സജീവമായി രംഗത്തെത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ആന്റി ഇൻകംബൻസി അവിടെ ഇതിനോടകം ഉടലെടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ആ വോട്ട് കൂടി PC ജോർജിന് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആ കോൺഫിഡൻസ് യാഥാർത്ഥ്യമാകാനുള്ള സാധ്യത അധികം ദൂരമില്ല എന്നുള്ളതാണ്. നമുക്ക് അവിടെ സാമുദായികമായിട്ടുള്ള ചിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ഈഴവ സമുദായത്തിന് ശക്തമായിട്ടുള്ള സ്വാധീനം പ്രത്യേകിച്ച് പ്ലാന്റേഷൻ മേഖലകളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു BDJS കാൻഡിഡേറ്റ്
2016-ലും 2021-ലും മത്സരിച്ചത്. നമ്മൾ പറഞ്ഞതുപോലെ 2016-ൽ BDJS 20,000-ഓളം വോട്ടുകൾ അവിടെ കരസ്ഥമാക്കാൻ സാധിച്ചിരുന്നു. ഇനി അവിടെ മുസ്ലിം സമുദായത്തിനും ശക്തമായിട്ടുള്ള ഒരു സ്വാധീനമുണ്ട്, പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന അതിൻ്റെ പരിസര പ്രദേശങ്ങൾ. കഴിഞ്ഞ തവണ PC തന്നെ പറഞ്ഞിരുന്നു, ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ച് തനിക്കെതിരെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ അവിടെ നിന്നും തനിക്കെതിരെ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ക്രൈസ്തവ സമുദായത്തിനും പ്രത്യേകിച്ച് മറ്റ് ഗ്രാമപഞ്ചായത്തുകളിൽ ക്രിസ്ത്യൻ സമുദായത്തിനും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയ്ക്ക് അതിശക്തമായിട്ടുള്ള സ്വാധീനമുണ്ട്. അപ്പോൾ സാമുദായിക നമുക്കറിയാം അരുവിത്തറ പള്ളിയൊക്കെ പൂഞ്ഞാർ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശക്തമായിട്ട് ഒരു സാമുദായികമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് അവിടെ പൂഞ്ഞാറിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇനി നമുക്ക് ഈ LDFന്റെ ഒരു സാധ്യത ഒന്ന് പരിശോധിക്കാം. നമുക്കറിയാം LDFന്റെ കാൻഡിഡേറ്റ് കേരള കോൺഗ്രസ് M ബാനറിൽ മത്സരിക്കുന്ന സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ രണ്ടാം തവണ അദ്ദേഹം മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനൊക്കെ ആയിരുന്നു. അവിടെ നിന്നാണ് MLA ആകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പൂഞ്ഞാറിലൂടെ യാത്ര ചെയ്യാൻ ഇടയായപ്പോൾ ഈ SK എന്നൊരു ബ്രാൻഡിലാണ് ഇപ്പോൾ സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനെ LDF അവിടെ അവതരിപ്പിക്കുന്നത്. SK വീണ്ടും വേണം, SK വീണ്ടും തുടരും. അതായത് സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ട് SK തുടരും, പൂഞ്ഞാറിന്റെ SK തുടരും എന്ന് പറഞ്ഞു. അദ്ദേഹം ഈ കഴിഞ്ഞ 5 വർഷം ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ വലിയ ഫ്ലെക്സുകളൊക്കെ വിവിധ ഭാഗങ്ങളിലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ താൻ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ വോട്ട് ചോദിക്കുന്നു എന്ന ഒരു ആശയം തന്നെയാണ് ഈ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ മുന്നോട്ട് വെക്കുന്നത്. ഇനി നമുക്ക് UDFന്റെ പ്രതീക്ഷ എന്തൊക്കെയാണ്? UDFന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലും അവർക്ക് ലഭിച്ച ഒരു മേൽക്കൈ അത് UDFന് ചെറുതല്ലാത്തൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്. UDFന്റെ കാൻഡിഡേറ്റ് സജി ജോസഫ് അല്ലെങ്കിൽ MJ സെബാസ്റ്റ്യൻ എന്നറിയപ്പെടുന്ന ഈ സജി ജോസഫാണ്. അദ്ദേഹത്തിന്റെ കന്നി അംഗം തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം ഈ പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നു വന്നത് ഈ പാലാ സെന്റ് തോമസ് കോളേജിലെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മന്ത്രി റോഷി അഗസ്റ്റിനെ അന്ന് തോൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നത്. ഈ പൂഞ്ഞാർ കേന്ദ്രീകരിച്ചുള്ള ഈ നേരത്തെ പൂഞ്ഞാർ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള തലപ്പാലം ഗ്രാമപഞ്ചായത്തിൽ അദ്ദേഹം 25-ാമത്തെ വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കന്യാംഗം തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു സ്വാധീന വ്യക്തിപരമായിട്ടുള്ള ചില ബന്ധങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിനാൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഫലം അത് UDFന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഭൂരിഭാഗം പഞ്ചായത്തുകളും അവർ തന്നെയാണ് ഭരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ പോലും പൂഞ്ഞാർ തെക്കേക്കര എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത് NDAയുടെ പോക്കറ്റിൽ തന്നെയാണ്. അപ്പോൾ ആ കണക്കുകൾ UDFന് ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം. ഒപ്പം തന്നെ നേരത്തെ റോജി സൂചിപ്പിച്ചതുപോലെ ഭരണവിരുദ്ധ വികാരം അത് UDFന് ഒരു അനുകൂലമായിട്ടുള്ള ഘടകം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനെല്ലാം താൻ മലർത്തിയടിക്കുമെന്നാണ് PC ജോർജ് പറയുന്നത്. അദ്ദേഹത്തിനും കൃത്യമായിട്ടുള്ള, വളരെ കൃത്യമായിട്ട്, കാരണം നമുക്കറിയാം 96 മുതൽ 2021 വരെ പൂഞ്ഞാറിന്റെ MLA ആയിരുന്നു. ഇതിനു മുമ്പ് 1980 കാലഘട്ടത്തിൽ അദ്ദേഹം പൂഞ്ഞാറിനെ പ്രതിനിധീകരിച്ചിരുന്നു. കേരള കോൺഗ്രസ് അദ്ദേഹം നേതൃത്വം കൊടുത്ത കേരള കോൺഗ്രസ് സെക്കുലർ ആ പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള സ്വാധീനമുണ്ട്. പിന്നീട് അത് ജനപക്ഷമായി മാറുന്നു. ഇപ്പോൾ NDAയുടെ ബാനറിൽ മത്സരിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 2016-ലും 2021-ലും ഒരു സ്വതന്ത്ര ഒരു മനോഭാവത്തിൽ, നേരത്തെ 2021-ൽ ഈ പറയുന്ന ജനപക്ഷം കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നത്, 2014 സ്വതന്ത്ര കാൻഡിഡേറ്റ് ആണ്. പക്ഷേ ഇപ്പോൾ ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് രംഗത്ത്, പ്രചരണ രംഗത്ത് അദ്ദേഹം നേരിട്ട പ്രതിസന്ധികൾ ഇത്തവണ അദ്ദേഹത്തിന് ഉണ്ടാവുകയില്ല. കാരണം ഒരു പാർട്ടിയുടെ കൃത്യമായിട്ടുള്ള പിൻബലം, ഒരു കേഡർ സ്വഭാവത്തോടു കൂടിയുള്ള പിൻബലം, സംഘടനാ സംവിധാനം അവിടെ തന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂഞ്ഞാറിൽ എന്തൊക്കെ ചർച്ചാ വിഷയമാകുന്നതാണ്. കാരണം ഒരു മലയോര പ്രദേശമാണ്, കർഷകർ ഏറ്റവും കൂടുതലുള്ള പ്രശ്നമാണ്. വിലക്കയറ്റം എന്ന് പറയുന്നത്, കർഷകർ പ്രതിസന്ധി എന്ന് പറയുന്നത്, വന്യമൃഗശല്യം എന്ന് പറയുന്നത്, ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ സജീവ ചർച്ചയായി മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇപ്പോഴുള്ള സർക്കാർ എത്രത്തോളം ഈ കാര്യങ്ങൾ വിജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഒരു തിരിച്ചടി ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിറ്റിംഗ് MLAക്ക് വരാനുള്ള സാധ്യതയും വിരളമല്ല എന്നാണ് തോന്നുന്നത്. അത് വളരെ കറക്റ്റാണ്. കാരണം നമുക്കറിയാം ഈ വന്യമൃഗശല്യം അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നം. ഇപ്പോൾ PC ജോർജ് തന്നെ വോട്ട് തേടുന്നത്, അദ്ദേഹം നേരത്തെ MLA ആയിരുന്ന സമയത്ത് അദ്ദേഹം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 5 വർഷം ആ വികസന പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നൊരു ചിത്രം അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ക്രിസ്ത്യൻ സമുദായത്തെ നേരിടുന്ന നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ പൂഞ്ഞാർ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാനുള്ള സാധ്യത, നമ്മൾ നേരത്തെ പാലാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങളുണ്ട്. പാലാ പിതാവ് പറഞ്ഞ നാർക്കോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മുന്നണികൾ സ്വീകരിച്ച നിലപാട്, ഈ പൂഞ്ഞാർ ആ പ്രദേശത്ത് തന്നെയാണ് വൈദികനെ വണ്ടി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ഒരു സംഭവം, അതിൽ മുന്നണികൾ സ്വീകരിച്ച നിലപാട്, JB കോശി കമ്മീഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, ന്യൂനപക്ഷ സമുദായങ്ങൾ നേരിടുന്ന പല പ്രശ്നങ്ങൾ, മുനമ്പം വിഷയം, അങ്ങനെ പല വിഷയങ്ങളിലും ക്രൈസ്തവർ നേരിടുന്ന പല വിഷയങ്ങളിലും മുന്നണികൾ എന്തൊക്കെ സ്റ്റാൻഡ് എടുത്തു എന്നൊരു വിഷയം അവിടെ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പാലാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, അവിടെയും പൂഞ്ഞാറിലും ഒരു NDA സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച ഒരു ചരിത്രം പൂഞ്ഞാറിനുമുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ 2004-ൽ മൂവാറ്റുപുഴ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ കീഴിൽ തന്നെയായിരുന്നു ഈ പൂഞ്ഞാർ മണ്ഡലം എന്ന് പറയുന്നത്. പൂഞ്ഞാർ മണ്ഡലത്തിൽ അന്ന് PC തോമസിന്, അന്ന് NDA കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ച PC തോമസിന് 10,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം ഈ പൂഞ്ഞാർ മണ്ഡലം കൊടുത്തിരുന്നു. അന്ന് ജോസ് കെ മാണി, ഇപ്പോഴത്തെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണി 3ാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു ചരിത്രം കൂടി പൂഞ്ഞാറിന് ഉണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ കാര്യങ്ങൾ പ്രവചനാതീതമാണ്. എല്ലാ മുന്നണികൾക്കും പ്രതീക്ഷയുണ്ട്. PC ജോർജ് 20,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ജയിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. സിറ്റിംഗ് MLA ആണ്. ആ ഒരു ബാനറിൽ ജയിച്ചു കയറുമെന്ന് പറയുന്നു. കന്നി അംഗത്തിൽ തന്നെ താൻ ഈ 2 അധികായന്മാരെയും മലർത്തിയടിക്കുമെന്ന് ഈ പറയുന്ന MJ സെബാസ്റ്റ്യൻ, സജി ജോസഫ് വ്യക്തമാക്കുന്നു. ഓക്കെ, തീർച്ചയായിട്ടും പൂഞ്ഞാറിൽ ഒരു കാറ്റ് വീശുന്നുണ്ട്. ആ കാറ്റ് എന്ന് പറഞ്ഞാൽ കർഷകന്റെയും തോട്ടം തൊഴിലാളികളുടെയും വിയർപ്പിന്റെ ഗന്ധമുള്ള ഒരു കാറ്റാണ്.
ഇവിടെ ആര് വിജയിക്കും എന്നുള്ളത് പ്രവചനാതീതമായി തന്നെ തുടരുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം.